നോക്കൂ, നമ്മളിപ്പോൾ നിൽക്കുന്ന നെടുങ്കണ്ടം സ്റ്റേഡിയത്തിലാണുള്ളത്, സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ അതിഥിയെ പരിചയപ്പെടാൻ പോകുന്നു. ഇടുക്കി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ്, റൈറ്റ്? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഒരു കായിക താരമായിരുന്നോ എപ്പോഴെങ്കിലും? കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ മണ്ഡലത്തിലുള്ളവരുടെ പ്രിയപ്പെട്ട ശ്രദ്ധയ്ക്ക് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടുക്കിക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു? ഞാൻ 99 ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. 99 ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. LLB ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. പിന്നീട് ഒരു നമുക്ക് നടന്നുകൊണ്ട് സംസാരിച്ചാലോ? ബ്ലാക്ക് ബെൽറ്റുകാരുടെ നിന്നുകൊണ്ട് സംസാരിക്കാൻ പാടില്ല, കാര്യം അവരെപ്പോഴും വളരെ നല്ല എനർജിയുള്ള ആൾക്കാരായിരിക്കും. എന്നിട്ട് 15 വർഷത്തോളം പിന്നീട് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഡെലിവറിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഒന്നും ഒതുങ്ങി മറ്റേ പൊതുപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോയി. ഓക്കെ, എനിക്കൊന്ന് സംഗീത വിഷയങ്ങളെ കുറിച്ച് എനിക്കതറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ബെൽറ്റുകാരിയായ ഒരു കാൻഡിഡേറ്റ് ആണ് നമുക്കൊപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കായിക താരങ്ങളെ സംബന്ധിച്ചും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണ് അല്ലേ? കായിക താരങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണ്. ഞാൻ സ്കൂൾ ലെവലിൽ ഡിസ്ട്രിക്റ്റിലൊക്കെ കബഡി ടൂർണമെന്റ്, ചെസ് ടൂർണമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊരു സ്പോർട്സ് പ്രേമിയായ ഒരു കാൻഡിഡേറ്റ് ആണ് സംഗീത വിശ്വനാഥ്. സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുക എന്നുള്ളതും നല്ലൊരു രസമാണല്ലോ, കാര്യമാണല്ലോ. വീട് എവിടെയാ സ്വദേശം? ഞാൻ ബേസിക്കലി തൃശ്ശൂരാണ്. താമസിക്കുന്നത് തൊടുപുഴ താമസിക്കുന്നു. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോൾ എവിടെയാ? ഹൈക്കോർട്ടിലുണ്ട്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർട്ടുണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബെൽറ്റുകാരിയായ അഡ്വക്കേറ്റുകാരിയായ NDA സ്ഥാനാർത്ഥിയായ സംഗീത വിശ്വനാഥാണ് നമുക്കൊപ്പം ഉള്ളത്. ഞങ്ങളിപ്പോൾ പറയായിരുന്നു ഈ സ്റ്റേഡിയം ഒക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? കാരണം ഈ ഇടുക്കിയിൽ ഒരുപാട് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കായിക താരങ്ങൾ പിറക്കാൻ സാധ്യതയുള്ള ഒരു നാടാണ് ഇടുക്കി. പക്ഷെ അവിടെ അങ്ങ് വേണ്ടത്ര ഇത്തരത്തിലുള്ള സ്റ്റേഡിയങ്ങളില്ല. അതൊരു വലിയ പരാധീനതയായിട്ട് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവമാണ്, ഒരു കോൺഫിഡൻസ് ലെവൽ അവർക്ക് കൂട്ടണമെങ്കിൽ ശരിക്കും കായിക വിനോദങ്ങളിൽ അവർ ഏർപ്പെടണം. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് സാധ്യതകൾ പ്രത്യേകിച്ച് നമ്മുടെ നരേന്ദ്രമോദിജി അതിനുവേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഇടുക്കിയിലേക്ക് വരണം എന്ന് തന്നെയാണ്. നല്ല ഭംഗിയുള്ള സ്റ്റേഡിയങ്ങളും നല്ല സൗകര്യങ്ങളുള്ളത്. ഇപ്പോഴത്തെ ജീവിത നിലവാരം എല്ലാവരും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല കരാട്ടെ? ഇല്ല, ഇപ്പൊ പ്രാക്ടീസ് ഞാൻ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് വേറെ വന്നു. അപ്പൊ പിന്നെ ഞാൻ പ്രാക്ടീസ് അധികമില്ല. പക്ഷെ അത്യാവശ്യം വാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ ഒരു അമ്പലവും വാക്കിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഒരാളിങ്ങനെ ഈ അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് ഒക്കെ വന്നാൽ നേരിടാനൊക്കെ പറ്റും. റിഫ്ലെക്സ് ആക്ഷൻ നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ക റിഫ്ലെക്സ് ആക്ഷൻ. പ്രത്യേകിച്ച് ഈ സ്ത്രീകളടക്കമുള്ള ആൾക്കാർക്ക്, പെൺകുട്ടികളടക്കമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ കരാട്ടെ അടക്കമുള്ള ആയോധന കലകൾ പരിശീലിക്കണം എന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലേ? ഉണ്ട്. കാരണം മെയിൻലി ഇതാണ്, നമ്മൾക്ക് ഒരാളെ ഫൈറ്റ് ചെയ്തിടാനൊന്നുമല്ല, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും വന്നാൽ ഒന്ന് അവരോട് എതിർത്ത് നിൽക്കാനൊക്കെ ആവശ്യമാണല്ലോ. എന്താണ് BJP തെരഞ്ഞെടുക്കാൻ ഒരു കാര്യം? BJP, ഞാൻ BDJS കോയിലേഷനിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള കാരണമാണെങ്കിലും എന്തായാലും ഒരേപോലെ ആശയങ്ങളാണല്ലോ നിങ്ങൾ പിന്തുടരുന്നത്. ആശയങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BDJSനെ സംബന്ധിച്ചിടത്തോളം ഞാൻ SNDP യോഗത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് വനിതാ സംഘത്തിൽ. അപ്പൊ അതിലൂടെ പൊതുപ്രവർത്തനത്തിൽ രംഗത്തേക്ക് മുന്നോട്ട് വന്നപ്പോൾ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയമാണ് BDJS മുന്നോട്ട് വെച്ചത്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ദേശീയ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാടും ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ശ്രീ നരേന്ദ്രമോദി. ഇവിടെ വേറെ ഒരു ലീഡർഷിപ്പിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ ആ ലീഡർഷിപ്പ് ഇന്ന് ഭാരതത്തിന് ഉയർച്ചയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ദീർഘവീക്ഷണത്തോടെയുള്ള കുറേ പദ്ധതികളൊക്കെ ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഭരണമില്ലാഞ്ഞിട്ട് പോലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ BDJS ആണ്, പ്രത്യേകിച്ച് BDJS രൂപീകരിക്കുന്ന സമയത്തുള്ള വലിയ പ്രതീക്ഷയൊന്നും പക്ഷേ കഴിഞ്ഞ തവണ നിറവേറ്റാൻ സാധിക്കാതെ പോയിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ എന്ത് കോൺഫിഡൻസ് ആണുള്ളത് സംഗീത? ഒന്ന് BDJS ആണ്. BDJSന് വലിയ വേരുകളുണ്ടെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥലമാണ്. എങ്കിലും കാരണം ഇവിടെ പരമ്പരാഗതമായിട്ട് UDFും പിന്നെ കുറച്ച് LDFും അവരവരുടെ സീറ്റുകൾ കൊണ്ടുപോയൊരു ചരിത്രമാണ് ഇടുക്കിക്കുള്ളത്. BDJSന് അങ്ങനെ രാഷ്ട്രീയമായിട്ട് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പലപ്പോഴും. ഈ പൊതുരംഗത്ത് BDJS സ്ഥാനാർത്ഥി എന്നുള്ള SNDP യോഗം വനിതാ സംഘം സെക്രട്ടറി എന്ന രീതിയിലാണ് ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ ഞാനുള്ളത് യഥാർത്ഥത്തിൽ.
SNDP യോഗ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേരുകളുള്ള സ്ഥലം തന്നെയാണ്. ഓക്കെ. അപ്പം ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് വലിയൊരു സപ്പോർട്ട് എനിക്ക് ഇപ്പോഴും കിട്ടുന്നു. പ്രത്യേകിച്ച് വനിതകൾ, അവരുടെ ഇടയിലൊക്കെ കഴിഞ്ഞ 10 വർഷത്തോളം കാലമായിട്ട് ഒരുപാട് പദ്ധതികൾ ഞാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു.